ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു കൃപ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഒഴുകിയിറങ്ങട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ മാസം 9-ാം തീയതിയാണ്. നമുക്ക് ദൈവം ദാനമായി നൽകുന്ന ഈ ദിവസം എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും, അത്രയും സന്തോഷത്തോടു കൂടി നിങ്ങളായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വചനമായിരുന്നു. അതിതാണ്: ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ഇന്ന് നാം പഠിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം, ദ ബുക്ക് ഓഫ് പ്രോവർബ്സ്, ചാപ്റ്റർ 16 verse 7. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 7-ാം വചനമാണ്. അതിങ്ങനെയാണ്: ഒരുവൻ്റെ വഴികൾ, അതായത് നമ്മുടെയൊക്കെ വഴികൾ, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ഒരുവൻ്റെ വഴികൾ, അതായത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ശത്രു എന്ന് പറയുന്നത് മനുഷ്യരാരും ശത്രുതയില്ല. നമ്മുടെ ഒരേ ഒരു ശത്രു പിശാചാണ്. ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും ഒരേ ഒരു ശത്രു മാത്രമേ ഉള്ളൂ, അത് പിശാചാണ്. മറ്റാരും നമ്മുടെ ശത്രുക്കളല്ല, അതെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. കർത്താവ് നമ്മെ പഠിപ്പിച്ചത് മറ്റുള്ളവരെല്ലാവരും നമ്മുടെ സഹോദരങ്ങളെന്നാണ്. അതുകൊണ്ട് സ്നേഹിതരും സഹോദരങ്ങളും മറ്റുള്ളവരായിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതെങ്ങനെ? കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ്. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. When the ways of people please the Lord, He causes even their enemies to be at peace with them. When the ways of people please the Lord, He causes even their enemies to be at peace with them. ഒരുവൻ്റെ വഴികൾ ദൈവത്തിന്, കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. എത്ര സുന്ദരമായ വചനമാണല്ലേ? കർത്താവിനോട് ചേർന്ന് ജീവിച്ചാൽ നമുക്ക് ആരും ശത്രുക്കളില്ല. എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. അങ്ങനെ ആയിരിക്കട്ടെ. ആമേൻ.